സ്കൂളിൽ പോവാം. ഇപ്പം ടൈം 4:45 കേട്ടോ. നല്ല മടിയുണ്ട്. പിന്നെ തന്നെ ഒരു ഭാഗത്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 5 മണിയായി. പിന്നെ കുറച്ച് നേരം ആലോചിച്ച് നിൽക്കുകയാണ്, എന്നാൽ സ്കൂളിൽ പോയിട്ട് ഇപ്പം എന്താ ഉണ്ടാവുക, എന്താ ചെയ്യാനാണ്, അങ്ങനെയൊക്കെ ആലോചിച്ച് നിൽക്കലാണ് പിന്നത്തെ എൻ്റെ ഒരു പണി കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയി വഴുകേണ്ട സമയത്ത് വഴുകും വിചാരിച്ചു. പിന്നെ ഇതാ കർട്ടനൊന്ന് പൊന്തിക്കുകയാണ്. അതിന് 5:02 ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നമുക്ക് ലൈറ്റ് ഇടാം, അതെല്ലാവർക്കും ഉള്ളതാണല്ലോ. അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, കർട്ടനൊക്കെ പൊന്തിച്ചു, ലൈറ്റ് ഇട്ട്. ഇനി ബ്രഷ് ചെയ്യാന്നുള്ള ഒരൊറ്റൊരു ചിന്ത എനിക്കുള്ളായിരുന്നു. അപ്പോൾ ഞാൻ ബ്രഷൊക്കെ എടുത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യണം, പേസ്റ്റ് തേക്കണം. അപ്പോൾ പേസ്റ്റ് തേക്കാൻ വേണ്ടി ഞാൻ പേസ്റ്റ് എടുത്ത് പേസ്റ്റ് തേക്കാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ബാത്റൂമിലേക്ക് കിടക്കണം. ബാത്റൂമിലേക്ക് കിടന്ന് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബ്രഷ് ചെയ്യാം. ബ്രഷ് ചെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ ബ്രഷ് ചെയ്തിട്ട് ഞാൻ ബ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ 5 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സീനാണ് ഇങ്ങനെ കാണുന്നത്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ബ്രഷ് റാക്കിലേക്ക് വെക്കണം അല്ലേ. അപ്പോൾ ബ്രഷ് റാക്കിലേക്ക് വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ബ്രഷ് റാക്കിലേക്ക് വെച്ച് ഇനി രാവിലത്തെ സ്കിൻ കെയറാണ്. അങ്ങനെ സ്കിൻ കെയറൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 5:10. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ. രാവിലെ പഴമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും നമുക്ക് കട്ട് ചെയ്യണം. സ്കൂളിലേക്കുള്ള പ്രിപ്പറേഷനൊക്കെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നിസ്കരിക്കണം. 5:00 അപ്പോൾ തന്നെ കേട്ടോ. ഇനി നമുക്ക് നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിക്കാനുള്ള നിസ്കാര ബാഗൊക്കെ വിതർത്തി നിസ്കരിച്ചു. പിന്നെ ഈ ഒരു പെണ്ണ് എനിക്ക് ഗൾഫിൽ നിന്ന് എൻ്റെ അപ്പക്ക് കൊടുത്തയച്ചതാണ്. ഗോൾഡൻ കളർ ഞാൻ എൻ്റെ ഫ്രണ്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പെണ്ണ്. ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. പിന്നെ അവിടെ ഒരു കവാലി സ്റ്റിക്കറുണ്ട്. പിന്നെ ഞാൻ ഫ്ലവർ ഇരിക്കട്ടെ വിചാരിച്ചു. പിന്നെ എനിക്ക് തൊണ്ടവേദന ഉണ്ടായിരുന്നു. സോ ഗാർഗില്ലായി ചെയ്യാറുണ്ട്. ഞാൻ ഗാർഗില്ല് ചെയ്ത് അപ്പം തന്നെ ഒരു പേദായി. പിന്നെ നമുക്ക് മുട്ടസൂചിയൊക്കെ ഇതാക്കി മക്കളെ കുത്തണം. മക്കളൊക്കെ കുത്തി. ഇതെന്ന് പറയുന്നത് എന്താ, ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന സ്പ്രേ ആണ്. നല്ല സ്പ്രേ ആണ്, അത്രക്കും ക്വാളിറ്റിയാണ്. ഇതിപ്പം ഞാൻ എവിടേക്ക് പോകുമ്പോൾ ഉപയോഗിച്ചത് ഇത്രയായിട്ടോ. സംഭവം ഞാൻ അത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അത്രക്കും നല്ലതാണ്. ഒരു കുത്തിക്കയറുന്ന സ്മെല്ലും അല്ല, ഒരു പാകം. ഇത്ര ആയപ്പോൾ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ വില എന്ന് പറയുന്നത് നല്ല വിലയാണ്. ബട്ട് ഇത് എനിക്ക് കിട്ടിയത് ഓഫറിലാട്ടാം. ഇത്ര ആയെന്ന് ഞാൻ പറയാണ് കേട്ടോ. അത്രക്കും നല്ല ക്വാളിറ്റിയാണ്. പിങ്ക് കളറാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സോ അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് നോട്ട്സ് ചെയ്താണ്ടായിരുന്നു. ഞാൻ നോട്ട്സ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി. പിന്നെ സ്കൂളൊക്കെ വിട്ട് വന്ന് ഞാൻ ടയേർഡായി. ഇതായിരുന്നു എൻ്റെ സ്കൂൾ വിട്ട് വന്ന കോലം. സ്കൂൾ പോയതും സ്കൂൾ വിട്ട് വന്നതും കോലം ഒന്ന് സമ്മതിച്ച് നോക്കുമ്പോൾ എന്താണെന്നറിയില്ല, വേറെ ഇപ്പോൾ ടയേർഡായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒന്ന് കുടിച്ചിട്ടുണ്ട്. കുടിച്ചപ്പോൾ തന്നെ കുറച്ച്
പോലെ തോന്നി. ഇനി ഞാൻ പിന്നെ കൂരി എല്ലാം അവിടെ വെച്ച് നമുക്കനെ ഊരി ഇനി നമുക്ക് നേരെ ഫ്രഷ് ആവാൻ പോകണം. എന്നാലും മേലെന്ന് എൻ്റെ റൂമിലേക്ക് പോവാം. ഞാൻ കിടക്കുന്ന എൻ്റെ സ്വന്തമായിട്ടുള്ള റൂമിൽ പോയി. ഇതാണ് എൻ്റെ റൂമിൻ്റെ കോലം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇതാണ് എൻ്റെ റൂമിൻ്റെ കോലം. അപ്പോൾ ഇതൊന്ന് ക്ലീനാക്കിയിട്ട് ഇനി ബാക്കിയുള്ള പരിപാടി എന്ന് വിചാരിച്ച് പിന്നെ ക്ലീനാക്കാൻ ഉള്ളൊരു ഏർപ്പാടില്ലാട്ടോ. ആദ്യം തന്നെ ഇവിടെ അത്രയ്ക്ക് ക്ലീനാക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു ഷീറ്റൊന്ന് മേൽക്കാക്കുക. പിന്നെ സ്ട്രോബെറിൻ്റെ അടുത്ത് ഇങ്ങനെ ആക്കിയതാണ്. അപ്പോൾ തന്നെ നമുക്ക് ബെഡ് ക്ലീൻ ചെയ്യാം. അങ്ങനെ ബെഡൊക്കെ ക്ലീനായി ഉള്ളൊരു സമാധാനം തോന്നിയത് കേട്ടോ. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് കടക്കാം. നമുക്ക് എന്ത് ചെയ്യണം? കുളിക്കാൻ വേണ്ടിയാണത്. അതിന് മുമ്പ് ഡ്രസ്സൊക്കെ ഊരണം. അപ്പം ഞാൻ അതിന് തന്നെ സോക്സാണ് ഊരുന്നത്. എന്നിട്ട് സോക്സ് പോലെ ഊരിയിലേക്ക് ഇങ്ങനെ ഒരു സോക്സ് ഊരി ഇനി രണ്ടാമത്തെ സോക്സ്. ഞാനങ്ങനെ രണ്ടാമത്തെ ഊരിയിട്ടോ. ഇതാ ഡ്രസ്സൊക്കെ ഊരി നിലത്തേക്ക് ഇടുകയാണ്. അപ്പോൾ ഇതാണ് ഇനി നമുക്ക് വാതിലടച്ച് വാതിൽ ക്ലോസ് ചെയ്ത് ഇനി നമുക്ക് ഡ്രസ്സ് നോക്കണം. കുളിച്ചിട്ട് ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇനി നമുക്ക് വാതിലടച്ച് കുളിക്കാം. കയറിയപ്പോൾ തന്നെ ഞാൻ ചെരുപ്പ് ഇട്ട് ഇനി കുളിക്കാനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. ഞാൻ കുളിക്കുകയാണ്. ഇതാണ് നിങ്ങൾ കണ്ടത്. ഞാൻ കുളിക്കാൻ തുടങ്ങി. പിന്നെ കുളിച്ച് കഴിഞ്ഞ് ഡ്രസ്സ് ഇടുകയാണ് ഞാൻ കേട്ടോ. അങ്ങനെ പാൻറ്റൊക്കെ ഇട്ട് ഇതാണ് എൻ്റെ പാൻറ്റ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് എന്നിട്ട് കുറേ വർഷമായി. പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ സ്കിൻ കെയർ ടൈമാണ്. മേക്കപ്പൊക്കെ ചെറുതായി ഒന്ന് തേക്കുന്നുണ്ട്. ആ മേക്കപ്പിങ്ങാണ്. ആദ്യം തന്നെ മസ്കാര ഇട്ടിട്ടുണ്ട്. പിന്നെ ഐലൈനറാണ് ഇടുന്നത്. ടിക്ക് തലയിൽ കത്തിന്ന്. പിന്നെ ഐബ്രോ കാച്ച് ആണ് ഇടുന്നത്. ഇനി നമുക്ക് ലിപ് ബാം ഇടാം. ഞാൻ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച്. എൻ്റെ മേക്കപ്പ് പൗച്ച് ഇതാണ് മേക്കപ്പ് പൗച്ച് ഇടാം. ഇനി നമുക്ക് താഴത്ത് പോയി വല്ലതും തിന്നണം, ചെയ്യണം. അപ്പോൾ ഞാൻ ബത്തക്കായിരുന്നു. എൻ്റെ ഉമ്മ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാണ്. എനിക്കിത് മതി കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂൾ വ്ളോഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ബൈ. ലൈക്ക് ചെയ്യണേ.